ഹലോ ട്രേഡേഴ്സ്. അപ്പൊ ഏതും ടോക്കൻ വിഡ്രോയിൽ കാണാൻ വേണ്ടി വന്നല്ലേ നിങ്ങൾ? അപ്പൊ അതിന് മുന്നേ ഏതും ടോക്കനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിൽ നിങ്ങൾ ഒരു രൂപ പോലും ഒരാൾ പോലും ഇൻവെസ്റ്റ് ചെയ്യരുത്. ഞാൻ വീണ്ടും പറയാം, ഒരു രൂപ പോലും ഒരാളും ഇൻവെസ്റ്റ് ചെയ്യരുത്. ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ. പിന്നെ ഇതിന്റെ നമുക്ക് ഡെവലപ്പർ റൂട്ടും ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും, അതായത് ഇപ്പോൾ ഞാൻ ഏതും ടോക്കൺ എടുത്ത് ജസ്റ്റ് ഇവിടെ പ്ലേ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇന്റർഫേസ് ഓപ്പൺ ആയി വരും. ഓപ്പൺ ആയി വന്നാൽ നമുക്കിവിടെ കുറെ ഫസ്റ്റത്തെ കാര്യം പറഞ്ഞാൽ നമുക്കിവിടെ സ്റ്റാർട്ട് മൈനിങ് ഉണ്ട്. അപ്പോൾ ഞാൻ മൈനിങ് സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് 15 hours ആണ് ഓരോ മൈനിങ്ങിന്റെ സെഷൻസ് ഉള്ളത്. പിന്നെ താഴെ വന്ന കുറെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. തൊട്ടിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എൻ്റെ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഞാനത് പി സിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിവിടെ ടീം എന്ന് പറയും. ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ആളെ ജോയിൻ ചെയ്യിപ്പിച്ചു, നമുക്ക് എത്ര റെഫറൽ വന്നു എന്നുള്ളതാണ്. തൊട്ടിപ്പുറത്ത് എടുത്ത് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് ഉണ്ട്, പിന്നെ ഇൻട്രൊഡക്ഷൻ, എന്താണ് ഏതെങ്കിലും കോയിൻ, അവരുടെ പ്രൊജക്ട് എന്തൊക്കെയാണ്, അവരുടെ പ്ലാറ്റ്ഫോമിന്റെ ഓരോ ഡീറ്റെയിൽസ് ഉണ്ട്. ഡെവലപ്പർ റൂട്ട് ഉണ്ട്. ഡെവലപ്പർ റൂട്ട് വന്നു കഴിഞ്ഞാൽ മെയ് 2025 മേജർ എക്സ്ചേഞ്ചിൽ പോകുന്നത്. അതായത് അടുത്ത വർഷം ഓൾമോസ്റ്റ് 1 year കൂടിയും ഇതുണ്ട്. ആർക്കെങ്കിലും ഈ ഒരു സാധനം വരുമെന്നോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. എനിക്ക് വിശ്വാസമല്ല, ഞാൻ ഇത് പറഞ്ഞില്ല. ഞാൻ ട്രോണിക്സ് 2.0 പോലെയാണ് എനിക്ക് കരുതുന്നത്. കിട്ടുന്ന ക്യാഷ് കിട്ടിക്കോട്ടെ, പിന്നെ ഞാൻ ഇത് ഒഴിവാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ തൊട്ട് താഴ്ത്തി ഇതിന്റെ സ്റ്റാർട്ട് മൈനിങ് ജൂൺ 2024 സ്റ്റാർട്ട് ചെയ്തത്. ജൂൺ 2024 മുതൽ ഈ സാധനം ഇപ്പൊ എന്റെ കുറച്ച് ഫ്രണ്ട്സ് അവർ ചെയ്യുന്നുണ്ട്. അവർ വിഡ്രോയിൽ നടത്തിയ ശേഷം എനിക്ക് ട്രസ്റ്റ് വന്നിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയാം, ഇപ്പോൾ അതിന് വിഡ്രോയിൽ കിട്ടുമെന്നുള്ള ട്രസ്റ്റ്. നാളെ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ വേറൊരു സെക്ഷൻ ഉണ്ട്. ഇപ്പൊ ഡെവലപ്പറിൽ ഇവിടെ കാണിക്കുക ഒക്ടോബർ 2024 P2P ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യും പറഞ്ഞിട്ട് നമുക്കിവിടെ P2P എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, P2P നെറ്റ്വർക്ക്. അതിപ്പോൾ 48 ദിവസത്തിന്റെ കൗണ്ട് ഡൗൺ ഇവിടെ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ കയ്യിൽ ഓൾമോസ്റ്റ് ഈ മിഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടും ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ടും എല്ലാം കൂടി ആയിട്ട് ടോട്ടൽ കിടക്കുന്നത് ഓൾമോസ്റ്റ് 51,000 ഈഡൻ കോയിൻ കിടക്കുന്നുണ്ട്. 10,000 ഈഡൻ കോയിൻ ഈസ് ഈക്വൽ ടു $1 ആണ് കറന്റ് പ്രൈസ്. സോ നമുക്കിത് ഇനി എങ്ങനെ USDT ആക്കാന്ന് കൺവേർട്ട് ചെയ്യാം. അതിന് തൊട്ടുപടുത്തുള്ള നമ്മുടെ മറ്റേ സ്ക്വയർസ് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ വൈറ്റ് പേപ്പർ ടീം ഈഡൻ ടു USDT എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം എനിക്കിപ്പോൾ USDT ആക്കാൻ പ്ലാൻ. അപ്പോൾ ഞാൻ മൊത്തം സെലക്ട് ചെയ്തു, കൺഫേം കൊടുത്തു. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ പി സിയിൽ ലൈക്ക് ഞാൻ മൊബൈലിൽ കാണിക്കത്തും ഇതിൽ കാണിക്കുന്ന രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതേ കാര്യം മൊബൈലിൽ ചെയ്താൽ ജസ്റ്റ് എൻ്റെ ബാക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിവിടെ കൺവേർട്ട് ചെയ്ത സാധനം ഇപ്പോഴും ഡോളേഴ്സ് ആയിട്ട് കിടക്കുന്നു. പിന്നെ ഡോളേഴ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ എത്ര വന്നു, എക്സ്ചേഞ്ച് ആയതെന്താ. അപ്പോൾ ഈ രണ്ട് സാധനം ആക്സലേഷൻ പാക്കേജ്, അതായത് നമുക്ക് ഇതിൽ ട്രോണിക്സ് പോലെ തന്നെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പറയാം, ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല, ആരോട് ഞാൻ ചെയ്യാനും പറയുന്നില്ല. അപ്പോൾ ഈ അപ്ഗ്രേഡിന്റെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ പർച്ചേസ് എന്ന് പറഞ്ഞൊരു സാധനം, ഇത് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ $10 കൊടുത്തിട്ട്. ഞാനത് ചെയ്യാൻ പോകുന്നില്ല. മേ ബി ഞാൻ ഫണ്ടിന് വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറെ പേർക്ക് അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ചെയ്യും. അല്ലാതെ ഇതിന് ക്യാഷ് ഏൺ ചെയ്യുന്നുള്ള തോട്ട് വെച്ചിട്ട് ഞാനത് ചെയ്യാൻ പോകുന്നില്ല. അതിന് തൊട്ടിപ്പുറത്ത് വേറൊരു അപ്ഗ്രേഡ് ഉണ്ട്. ഞാനിപ്പോൾ മാക്സിമം അപ്ഗ്രേഡ് ചെയ്ത് നമ്മുടെ എല്ലാ ഏഡൻ ടോക്കൺ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു മൈനിങ് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഞാനത് ആക്ച്വലി മാക്സ് ആക്കി അപ്ഗ്രേഡ് ഇന്നലെ തന്നെ. ഇനി നമുക്കിത് എങ്ങനെ വിഡ്രോ ചെയ്യാന്നുള്ളത് നോക്കാം. വിഡ്രോ ചെയ്യാനായിട്ട് ഇവിടെ വിഡ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ റീചാർജ് ഉണ്ട്, സ്റ്റേക്ക്. റീചാർജ് ഈ സാധനം റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈഡൻ ടോക്കൺ. സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലെ ടോക്കൺ നമുക്ക് ഇത്ര കാലത്തേക്കായിട്ട് ലോക്ക് ചെയ്തിടുക. ആ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള APR വെച്ചിട്ട് കിട്ടും. അതായത് ഇതിലിപ്പോൾ APR കിടക്കുന്നത് ഇത്ര 100%, 200 ലൈക്ക് അങ്ങനെ അത്യാവശ്യം APR കിടക്കുന്നുണ്ട്. ഞാൻ അത്ര കാലത്തേക്ക് അല്ലെങ്കിൽ ലോങ് ടേമിക്ക് ഇത് കാണാത്തതുകൊണ്ട് ലൈക്ക് ഇതിന്റെ വൈറ്റ് പേപ്പറും അല്ലാന്നുണ്ടെങ്കിൽ ടീംസും ഡെവലപ്പർ ടീം എല്ലാം നോക്കുന്നത് വളരെയധികം കറക്റ്റ് ആയിട്ട് അവർ ഉണ്ടാക്കിയില്ല. പക്ഷേ ഇതിന് എത്ര ഫ്യൂച്ചർ ഉണ്ട് ചോദിച്ചാൽ ഐ എം നോട്ട് ഷുവർ. മേ ബി ഇവർ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും പോസിബിൾ ആക്കി ഈ സാധനം റിലീസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ഹ്യൂജ്. സോ മെനി പീപ്പിൾ ആർ ഗോയിങ് ടു മേക്ക് എ ലോട്ട് ഓഫ് മണി. നമുക്കിപ്പോൾ ഇത് വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് വിഡ്രോ കൊടുക്കുക. വിഡ്രോ കൊടുക്കുന്ന സമയത്ത് വിഡ്രോവൽ എമൗണ്ട് എന്ന് പറയും. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് 7.2 USDT ആണ്. അത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് വാലറ്റ് അഡ്രസ് ബൈൻഡ് ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ ഇനിയുള്ളത് മൊബൈൽ തന്നെ കാണിക്കാൻ. മൊബൈലിലാണ് ബൈനാൻസ് ഓൾറെഡി കണക്ട് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി നമ്മുടെ വാലറ്റ് ക്ലിക്ക് ചെയ്യാൻ ശേഷം വിഡ്രോ കൊടുക്കുക. നമ്മൾ USDT ആക്കിയതാണ് നമ്മൾ വിഡ്രോ ചെയ്യുക. അവിടെ ബൈൻഡ് വാലറ്റ് അഡ്രസ് ഉണ്ടാവും. നമുക്ക് ഇവിടെ ആകപ്പാടുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞാൽ BP20, നമ്മുടെ ബൈനാൻസ് സ്മാർട്ട് ചെയിൻ ആണ്. അപ്പോൾ അവിടെ വാലറ്റ് അഡ്രസ് അടിക്കണം. വാലറ്റ് അഡ്രസ് അടിക്കാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് യൂസ് ചെയ്യാം. നമുക്ക് ലൈക്ക് പല ആൾക്കാർക്ക് BP20 സപ്പോർട്ടർ ആയിട്ടുള്ള ഏത് എക്സ്ചേഞ്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ബൈനാൻസ് ചെയിൻ എടുത്തു. ബൈനാൻസ് എടുത്തിട്ട് നമ്മളിവിടെ വാലറ്റ് എടുക്കുക. അതിനുശേഷം നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ഫണ്ടിങ്ങിലാണ് ഞാൻ സ്പോട്ട് ഇട്ടു. സ്പോട്ടിൽ ഡെപ്പോസിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം USDT ആണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അത് ഏത് ചെയിൻ എന്നുണ്ടാവും. BP20 ചെയിൻ എടുത്തു. BP20 ചെയിൻ എടുത്ത് നമുക്ക് ഇവിടെ BP20 ചെയിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. അത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം നേരെ നമ്മുടെ ആപ്പിലേക്ക് വരിക. ഇവിടെ തന്നെ ആ സാധനം പേസ്റ്റ് ചെയ്യുക. പിന്നെ ഇവിടെ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ കാണിച്ചിട്ടുള്ള സാധനം ടൈപ്പ് ചെയ്യുക, 0612. ദെൻ ആഡ് എന്ന് കൊടുക്കുക. സബ്മിറ്റ് ആയിട്ടുണ്ട് സക്സസ്ഫുൾ ആയിട്ട്. ക്ലോസ് ചെയ്യുക. അയ്യോ, മൊത്തമായിട്ട് ക്ലോസ് ചെയ്തതായിരുന്നു. അതായത് നമ്മുടെ വാലറ്റ് അഡ്രസ്സ് ഇതിലത്തെ ഒരു അഡ്രസ്സും കോൺടാക്ട് പോലെയായിട്ട് നമ്മൾ സേവ് ചെയ്യണം. പിന്നെ ഒന്നും കൂടി അങ്ങോട്ട് പോകേണ്ട അവസ്ഥ വന്നു നമുക്ക് ഗൈസ്. വിഡ്രോ നമ്മുടെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ ഓൾറെഡി കിടക്കുന്നുണ്ട്. വിഡ്രോൽ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുകയാണ് ഞാൻ 7.2. ഡൺ. വിഡ്രോ.
അപ്പൊ ഗൈസ് ഞാൻ സ്ക്രീൻ റെക്കോർഡിംഗ് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് നടന്നുള്ളൂ, ടൈം വല്ലത് എടുക്കുന്നത് അപ്പൊ തന്നെ സ്പോട്ടിൽ തന്നെ ഈ സാധനം വന്ന് 7.2 USDT. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബൈനാൻസിൽ ഓപ്പൺ ആവും. ഇവിടെ ഡെപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും 6.2 USDT വന്നിട്ട് 7.2 ആണ് സെൻഡ് ചെയ്ത് $1 ഫീസ് ആയിട്ട് നമ്മുടെ ഇടം തന്നെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഡെപ്പോസിറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഒരു കാര്യം ഒന്നുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ വീണ്ടും പറയാം. ഇത് എന്ന് പറയുന്നത് ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും വൈറ്റ് പേപ്പറും എല്ലാം വായിക്കുന്ന സമയത്ത് വളരെയധികം പ്രോമിസിങ് ആയിട്ട് അല്ലാതെ ഫ്യൂച്ചർ ഉണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരാൾക്ക് എഴുതി ഉണ്ടാക്കി ചെയ്യാൻ സാധിക്കാത്ത കാര്യമല്ല. അപ്പോൾ ഈ ഒരു കാര്യം സ്കാം ആണോ റിയൽ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്തരത്തിലുള്ള പ്രൊജക്ഷനോട് 100% ആയിട്ടൊരു തോന്നില്ല. കാരണം ക്രിപ്റ്റോ സ്പേസിലെ മെജോറിറ്റി ഐറ്റംസും സ്കാം ആണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് ഒന്നും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഫ്രീ ആയിട്ട് മണി കിട്ടുന്നുണ്ടെങ്കിൽ അത് എടുക്കാമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇനി മേ ബി ഇവർ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കുകയാണ്. മേ ബി എനിക്കിപ്പോൾ ഈ $6.2 കിട്ടിയ കൊടുത്ത് മേ ബി $600 $1,000 കളഞ്ഞിട്ടുണ്ടാവും. പക്ഷേ റിഗ്രറ്റിന്റെ ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇനി ഈ ഒരു സാധനത്തിൽ ഈഡൻ ടോക്കണിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്കും നമ്മുടെ ബാക്കിയുള്ള എല്ലാ സോഷ്യൽസിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹാപ്പി ട്രേഡിംഗ്.